തന്നെ പറയാം. പിന്നെ അത് വലിയ ഹ്യൂജ് ക്യാപിറ്റൽ വെച്ചിട്ടുള്ള വീഡിയോ അല്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യത്തിൽ നിന്ന് എൻ്റെ ട്രേഡ്സ് നിങ്ങളുമായിട്ട്, അതായത് ഈ വീഡിയോ കാണുന്നവരുമായിട്ട് ഒന്ന് പങ്കിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ട്രേഡറോ ഒന്നുമല്ല. ഞാൻ ആരുടെയും കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുമില്ല. പണ്ട് ഞാനൊരു 90 കിഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ, 90 കിഡ്സ് ചെയ്യുന്ന പോലെ യൂട്യൂബിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ വെച്ച് അറിവ് കൊണ്ട് എൻ്റെ തന്നെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അത്ര ഡേയ്സൊന്നും ആയിട്ടില്ല, ഇന്നലെ മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഞാനത് കോവിഡ് തൊട്ട് ഈ ട്രേഡിങ്ങിൻ്റെ പിറകിലുണ്ട്. അതായത് ഞാൻ അപ്പം തൊട്ടാണ് ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. ഞാൻ അന്നോട്ട് പഠിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ലാസ്റ്റായിട്ട് കുറേ 10 നാളുകൊണ്ട് ഞാൻ പേപ്പർ ട്രേഡ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ടൈം കിട്ടിയത് ഈ അടുത്തിടയ്ക്കാണ്. അപ്പോൾ അന്നോട്ട് ഞാൻ പേപ്പർ ട്രേഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. ആപ്പിൽ പേപ്പർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ രൂപകൽപ്പന ചെയ്തൊരു സിസ്റ്റം ഉണ്ട് എനിക്ക്. ആ സിസ്റ്റം ഫോളോ ചെയ്താണ് ഞാൻ ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചത് വീഡിയോ. പക്ഷേ ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല. ഇന്നലെ തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനതിന് പേരിട്ടേക്കുന്നത് ഇങ്ങനെയാണ്: ട്രേഡിംഗ് ജേർണി ടു അച്ചീവ് 1 crore in 365 days എന്നാണ്. അതായത് 365 ദിവസം കൊണ്ട് 1 കോടി എന്ന സ്വപ്നതുല്യമായൊരു പ്രോഫിറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു. അതിന് ഞാനൊരു എക്സൽ ഷീറ്റൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളി എൻ്റെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ സ്കാൽപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ രാവിലെ 9 ട്രേഡ് എടുത്ത് വെച്ചിട്ട് വൈകുന്നേരം 3:15 വരെ അത് നോക്കിയിരിക്കുക എന്നുള്ളതല്ല. മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കുന്ന ഒരാളാണ് ഞാൻ. ബ്രോക്കറേജ് STT ഒക്കെ കൂടുതലാണ് കൊടുക്കേണ്ടി വരുമായിരിക്കാം. പക്ഷേ ഞാൻ ആ മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കുന്ന ഒരാളാണ്. സ്കാൽപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി, വിത്ത് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് എനിക്ക് മിക്കവാറും മിസ്സാവാറുണ്ട്. പക്ഷേ എന്നാലും സ്റ്റോപ്പ് ലോസ് ഞാൻ പക്കയായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ടാർഗറ്റ് മിസ്സാവുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ ടാർഗറ്റ് എത്തുമ്പോൾ ചിലപ്പോൾ ഞാൻ നെക്സ്റ്റ് ടാർഗറ്റിലോട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവിടുന്ന്, അതായത് ഒരു 30 പോയിൻ്റാണ് ടാർഗറ്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 30 പോയിൻ്റ് എത്തുമ്പോൾ ഇറങ്ങാതെ വീണ്ടും ഒരു അടുത്ത ടാർഗറ്റിലോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ തിരിച്ച് വരുമ്പോൾ അത് 20 പോയിൻറ്റിൽ ബുക്ക് ചെയ്യുന്ന ഒരാളാണ്. മനസ്സിലായോ? അല്ലാതെ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും ഞാൻ ഇറക്കി വയ്ക്കാറില്ല. സ്റ്റോപ്പ് ലോസ് ഞാൻ തീരുമാനിക്കും എനിക്ക് എത്ര രൂപയാണ് മാർക്കറ്റിന് കൊടുക്കേണ്ടതെന്നുള്ളത്. അല്ലാതെ മാർക്കറ്റ് എൻ്റെ എന്തായാലും എടുത്തിട്ട് പോവില്ല. അപ്പം 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപയാണ് ഞാൻ മാർക്കറ്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതേ ഞാൻ കൊടുക്കൂ. അതിൽ കൂടുതൽ ഞാൻ കൊടുക്കത്തില്ല. ഇപ്പോൾ ആർക്കാണെങ്കിലും, ഇപ്പോൾ ഏതൊരു ട്രേഡർക്കാണെങ്കിലും എത്ര തരും എന്നുള്ളത് മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര അങ്ങോട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം അതാത് ട്രേഡേഴ്സാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അതിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. എത്ര രൂപ മാർക്കറ്റിന് കൊടുക്കണമെന്ന് ഒരു ട്രേഡ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഞാനൊരു സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പൈസയിൽ നിന്ന് 1 രൂപ കുറച്ച് അല്ലെങ്കിൽ കൂടുതൽ മാർക്കറ്റിന് ഞാൻ കൊടുക്കത്തില്ല. അതൊന്നാമത്തെ കാര്യം. ഇന്നലെ എടുത്തത് എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇന്നലെ എൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. നല്ലൊരു ഡേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. ഇന്നും അത്യാവശ്യം നല്ലൊരു ഡേ ആയിരുന്നു. ഇന്ന് നല്ലൊരു ഡേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇന്നെനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ ആ പ്രോഫിറ്റിൽ എൻ്റെ കണ്ണ് മഞ്ഞളിക്കത്തില്ല. കാരണം നാളെ ഞാൻ ഈ സെയിം സ്ട്രാറ്റജി ആയിരിക്കത്തില്ല, സെയിം ക്വാണ്ടിറ്റി ആയിരിക്കത്തില്ല. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് നല്ല മൂവ്മെൻറ്റ്സ് കിട്ടി എനിക്ക് സെൻസെക്സിൽ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഇപ്പോഴെനിക്കൊരു ക്രൂഡ് ഓയിലിൻ്റെ ഒരെണ്ണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് 11:30 തന്നെ എക്സിറ്റ് ആകത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം എൻ്റെ ഓർഡേഴ്സ് ഒന്ന് കാണിച്ചു തരാം. ടോട്ടൽ ഞാൻ 134 ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കുറേ പേരിപ്പം ചിലപ്പോൾ കമൻറ്റ് ചെയ്യുമായിരിക്കും, ഇവനൊരു പിണ്ണാക്കും അറിയത്തില്ല, വെറുതെ പൈസ കളയാൻ വേണ്ടി വന്നിരിക്കുന്നതാണെന്ന്. ഓക്കെ, ഞാനായിട്ട് തന്നെ ഉണ്ടാക്കിയ ക്യാപിറ്റലാണ്. അതൊരു 80,000 എൻ്റെ ക്യാപിറ്റൽ. അതിൽ 40,000 യൂസ് ചെയ്തിട്ട് ഞാൻ ട്രേഡ് എടുക്കത്തുള്ളൂ. ആ ട്രേഡിൽ കിട്ടുന്ന പ്രോഫിറ്റ് ആയിരിക്കും അന്നത്തെ തന്നെ ഫസ്റ്റ് ട്രേഡിൽ കിട്ടുന്ന പ്രോഫിറ്റ്. പിന്നെ റിസ്ക് എടുത്താണ് ഞാൻ ബിൽഡ് ചെയ്യുന്നത് എൻ്റെ പ്രോഫിറ്റ്സ്.
അതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. അത് കൊള്ളാമോ കൊള്ളത്തിൽ മറ്റുള്ളവർക്ക് കൊള്ളാമോ കൊള്ളത്തില്ല എനിക്കറിയില്ല, പക്ഷേ എനിക്കത് ഞാൻ അങ്ങനെ പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഇന്നെടുത്തേക്കുന്ന ട്രേഡ്സ്. നിങ്ങൾക്ക് കാണാം. ടോട്ടൽ 134 ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഓപ്പൺ കാണിക്കുന്നത് എൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം ഇതാണ് കാര്യങ്ങൾ. ഇനി എൻ്റെ ഇന്നത്തെ ടോട്ടൽ പി ആൻഡിലാണ് ഈ കാണുന്നത്. ഒരു ട്രേഡ് റണ്ണിങ് ആണ് ക്രൂഡ് ഓയിൽ. എനിക്ക് അതൊരു പ്രാവശ്യം പ്രോഫിറ്റ് വന്നതാണ്, പക്ഷേ എനിക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് എത്തുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിക്ക് ഒരു 11:10 11:15 ആകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ എക്സിറ്റ് ആവും. എന്തായാലും ഹോൾഡ് ചെയ്യത്തില്ല. ഒരു ഇൻട്രാഡേ ട്രേഡറാണ്. അപ്പോൾ ഇതൊരു 1000 ലാക്സെങ്കിലും കിട്ടിയാൽ ഞാൻ എൻ്റെ ഈ 365 ദിവസത്തെയും ട്രേഡ് സത്യസന്ധമായിട്ട് ലോസ് ആണെങ്കിൽ ലോസ്, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് കാണിക്കാമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. 1000 ലൈക്കെങ്കിലും കിട്ടണം, അല്ലാതെ നമ്മൾ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ട്രേഡിനോട് ഇൻട്രസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ ജേർണിയിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടുക താഴെ. ഫോൺ നമ്പറോ മറ്റോ ഞാൻ തിരിച്ച് വിളിച്ചോളാം. നമുക്ക് ഒരുമിച്ച് എൻ്റെ വീട്ടിലിരുന്ന് ട്രേഡ് ചെയ്യാം. ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റൊന്നും അല്ല. എനിക്ക് യാതൊരുവിധ ഈ ട്രേഡിങ്ങുമായിട്ട് അടിസ്ഥാനപരമായി യാതൊരു യോഗ്യതകളും ഇല്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും അല്ലെങ്കിൽ മറ്റാരുടെയും കോഴ്സ് എടുത്ത് പഠിച്ച ഒരാളല്ല. നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ നമുക്ക് നേരിട്ട് ഇരുന്ന് ഗ്രൂപ്പായിട്ട് ട്രേഡ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.